ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ ഇന്നൊരു SAT ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്ററായ വൈദ്യുതിയുടെ ലോകം എന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ്. മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഊർജ്ജ രൂപമാണ് എന്ന് പറയുന്നത് വൈദ്യുതി എന്ന് പറയുന്നത്. അതായത് എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, അതുപോലെ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വൈദ്യുത സെല്ലുകൾ പറഞ്ഞില്ലേ, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് എന്ന് പറയുന്നത്? വൈദ്യുത സെല്ലുകൾ എന്ന് പറയുന്നത്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആയി മാറും? രാസോർജ്ജം വീണ്ടും വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് എന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലെടുത്താൽ തന്നെ ആ സെല്ലുകൾ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും ഉണ്ടാവും, ചെയ്യാൻ കഴിയാത്തവയും ഉണ്ടാവും. ഉദാഹരണം, നമ്മൾ ക്ലോക്കിലെ ബാറ്ററികളൊന്നും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതേത് മൊബൈൽ ഫോണിലെ ബാറ്ററികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളാണ് അല്ലേ. വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി. ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേകകാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. നമ്മൾ നേരത്തെ ബാറ്ററി പറഞ്ഞു അല്ലെ. ബാറ്ററി നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? പല കാര്യങ്ങൾക്ക്, മൊബൈലായാലും ക്ലോക്കുകളായാലും അല്ലാതെ തന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ബൾബുകൾ വരെ ഉണ്ട് അല്ലേ. അപ്പം LED ബൾബിൻ്റെ ഗുണം എന്തൊക്കെയാണ്? LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഊർജ്ജ ലാഭം ഗണ്യമായി സഹായിക്കുന്നത് ആണ് എന്ന് പറയുന്നത് ഈ LED ബൾബുകൾ എന്ന് പറയുന്നത്. ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്ന എന്നാണ് LED എന്ന് പറയുന്നത്. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി എന്തിന്? CFL-ന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണമായി ഉപയോഗിക്കുന്നില്ല. CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ LED ബൾബിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് CFL ആണ്. കാരണം സാധാരണ ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതിയായിരുന്നു എന്തിന്? CFL-ന് എന്ന് പറയുന്നത്. പിന്നീട് LED വന്നപ്പോൾ ഈ CFL-നേക്കാൾ വളരെ കുറഞ്ഞ ഊർജ്ജം മതി എന്തിനെന്ന് പറയുന്നത്? LED എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ പുതിയ തലമുറയിൽ പലതരം LED ബൾബുകളുണ്ട്. ഫിലമെന്റ് ബൾബ്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, അതുപോലെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇവയൊക്കെ ഒരു ഉദാഹരണമാണ്. ഇനി ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവയുണ്ടാവും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? വൈദ്യുത സ്രോതസ് ഉണ്ടാവും, ചാലക കമ്പി ഉണ്ടാവും, വൈദ്യുത ഉപകരണം ഉണ്ടാവും. കാരണം വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈദ്യുത സ്രോതസ് എന്ന് പറയുന്നത്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് അത് പൂർത്തിയായിട്ടുണ്ട് പറഞ്ഞാൽ അതെന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ടാണ്. ഇനി ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് മുഴുവനായി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടും, പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടുമാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. സ്വിച്ച് പറഞ്ഞാൽ എന്താണ്?
ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാവുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാവുന്നു. അപ്പം നമ്മൾ അടഞ്ഞ സർക്യൂട്ട് തുറന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞ അടഞ്ഞ സർക്യൂട്ട് ഉണ്ട് കാരണം മാത്രമേ നമുക്ക് ഉപകരണം പ്രവർത്തിക്കുള്ളൂ. പക്ഷെ ആ ഉപകരണം നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് നിർത്തണം പറഞ്ഞ കാരണം അത് തുറന്ന സർക്യൂട്ടാക്കി മാറ്റണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ വിവിധ തരം സ്വിച്ച് ഉണ്ട്. സാധാരണ സ്വിച്ച് ഉണ്ട്, ടു വേ സ്വിച്ച് ഉണ്ട്, അതുപോലെ ബെൽ സ്വിച്ച് ഉണ്ട്, പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട്, സ്ലൈഡിങ് സ്വിച്ച് ഉണ്ട്, മെയിൻ സ്വിച്ച് ഉണ്ട്. അങ്ങനെ പലതരം സ്വിച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് സർക്യൂട്ട് വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. നമ്മളൊരു പരീക്ഷണം ചെയ്യണം പറഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി എവിടേക്ക് എത്തുന്നത്, ബൾബിലേക്ക് എത്തുന്നത് ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ്. ഇനി ചാലകങ്ങളും ഇൻസുലേറ്ററുകളും വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടുന്നവ ചാലകങ്ങളും വൈദ്യുതി കടത്തിവിടാത്തവ ഇൻസുലേറ്ററുകളുമാണ്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. അപ്പോൾ വൈദ്യുതി ഏതിൽ കൂടെ കടന്നു പോകും? ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം ഇവയിൽ കൂടെയൊക്കെ വൈദ്യുതി കടന്നു പോകും അല്ലേ. പക്ഷെ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി ഇവയിലൂടെയൊന്നും വൈദ്യുതി കടന്നു പോകില്ല. അപ്പോൾ കടന്നു പോകുന്നവ ചാലകങ്ങളും വൈദ്യുതി കടന്നു പോകാത്തവ ഇൻസുലേറ്ററുകളുമാണ്. അപ്പോൾ ഈ വൈദ്യുതി കടന്നു പോകാത്ത ഭാഗങ്ങളിലെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ വൈദ്യുതോപകരണങ്ങളിൽ നമ്മൾ തൊടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഷോക്ക് അടിക്കാത്തത്. അല്ല പറഞ്ഞാൽ നമുക്ക് വൈദ്യുതി കടന്നു പോകുന്ന ഒന്നിൽ നമ്മൾ കയറി പിടിച്ച് പറഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കൂലേ. അപ്പം നമ്മൾ പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഷോക്ക് അടിക്കാത്തത് എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇൻസുലേറ്ററുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഷോക്ക് അടിക്കാത്തത്. നമ്മൾ ഈ ബൾബൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ബൾബിലേക്ക് കടന്നു പോകുന്ന ചെമ്പൊക്കെ നമുക്ക് വൈദ്യുതി കടന്നു പോകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട് അല്ലേ, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വയറൊന്നും പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാത്തത്, ഷോക്ക് അടിക്കാത്തത്. ലോഹങ്ങൾ തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് തമ്പ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതൊക്കെ ഓൾറെഡി 5ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഓരോ ശിലായുഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. താഴെ ഉപകരണങ്ങൾ അതുപോലെ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിഹ്നങ്ങൾ നമ്മൾ നോക്കി വെക്കുക. ചാലക കമ്പിയുടെ സ്വിച്ച് ഓൺ ആയ അതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്, സ്വിച്ച് ഓഫ് ആയ അതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു തുറന്ന സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ അടഞ്ഞ സർക്യൂട്ടും സ്വിച്ച് ഓഫ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും, തുറന്ന സർക്യൂട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് ഓരോന്നും വെറുതെ ഇത് നമുക്ക് അത്യാവശ്യമുള്ളതല്ല. നമ്മൾ സ്കൂൾ ടെസ്റ്റ് അല്ല PSCക്ക് വേണ്ടി നോക്കുമ്പോൾ അത് നോക്കണം എന്നില്ല, എന്നാലും വെറുതെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ചാലക കമ്പി, സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓൺ, സെല്ല്, ബാറ്ററി, പ്രകാശിക്കാത്ത ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്, ബസ്സർ, മിനി മോട്ടോർ, ലെഡ് എന്നിവയുടെ എല്ലാം ചിഹ്നങ്ങൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. വൈദ്യുത ഷോക്ക്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ സ്രോതസ്സോ ശരീരമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായി പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. അപ്പോൾ വൈദ്യുതഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം എന്താണ്, ഹൃദയാഘാതമാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്.
നമ്മുടെ ജീവനുള്ള ഒരു മനുഷ്യന്റെ കോശങ്ങളിൽ എന്തുണ്ട്, വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ വെള്ളം എന്ന് പറയുന്നത് ഒരു വൈദ്യുത ചാലകമാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കും, നമുക്ക് എന്ത് ചെയ്യും, ഷോക്ക് അടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാ പറഞ്ഞ ഈ ഇൻസുലേഷൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വൈദ്യുതി കടന്നു പോകാത്ത വസ്തുക്കളാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ. അതില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് തൊടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അത് നമ്മുടെ ശരീരത്തിൽ തട്ടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അത് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ടാകുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഗുരുതരമായി പൊള്ളലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്, അത് ഹൃദയാഘാതമാണ്. മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നലിൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന മിന്നൽ എങ്ങനെയാണ്, മേഘങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന അളവിൽ എന്തുണ്ടാവാറുണ്ട്, വൈദ്യുത ചാർജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു മേഘങ്ങളിലെ ചാർജ് അടുത്ത മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, മിന്നൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മിന്നൽ എന്ന് പറയുന്നത് അതിശക്തമായ വൈദ്യുത പ്രവാഹമാണ്. അതുകൊണ്ടാണ് മിന്നലേൽക്കുമ്പോൾ എന്തുണ്ടാവുന്നത്, അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ വ്യക്തിയെ ഷോക്ക് അടിച്ചു എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യണം, ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പറ്റില്ല. വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരിമാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കാറ്റിയ ആളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. അതായത് ഇൻസുലേറ്റർ പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ അവിടെ നിന്ന് തള്ളി മാറ്റണം. ഹൃദയം ഇടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റിയ ആളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി എന്നാണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഊർജ്ജ സ്രോതസ് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ഒരു ജനറേറ്റർ എന്ന പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കണ്ടിട്ടുണ്ടോ? ഒരു ഫംഗ്ഷനൊക്കെ പോയി പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവാറുണ്ട്, ജനറേറ്റർ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ജനറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതുപോലെ പെട്രോളോ ഡീസല് മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രവർത്തിപ്പിക്കുന്നത്, ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്റർ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായുമാണ് മാറ്റുന്നത്. ഇപ്പൊ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ കൈമാറ്റം എങ്ങനെയാണ്, രാസോർജം ആദ്യം എന്തായി മാറും, യാന്ത്രികോർജമായിട്ട് പിന്നീട് അത് വൈദ്യുതോർജമായി മാറുകയാണ് ചെയ്യുന്നത്. വൈദ്യുത നിലയം. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ പ്രധാനമായിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്, വീടുകളിൽ ഉപയോഗിക്കുന്നത്. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. ഇനി വൈദ്യുത ഉൽപാദനത്തിന്റെ മറ്റ് സാധ്യതകൾ ഏതൊക്കെയാണ്? താപവൈദ്യുത നിലയമുണ്ട്, ആണവോർജ നിലയമുണ്ട്, കാറ്റാടിപ്പാടങ്ങളുണ്ട്. ഇവയെല്ലാം വൈദ്യുതോൽപാദനത്തിന് മറ്റ് സാധ്യതകളാണ്. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിന്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെൽ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമാണ് സൗരോർജം. ഇപ്പൊ ഇന്ന് ഈ സൗരോർജം അല്ലെങ്കിൽ ഈ സോളാർ പാനൽ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം നമ്മുടെ
കറണ്ട് ബില്ല് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പല കാരണങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന് സോളാർ പാനലുകൾ ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ താപവൈദ്യുത നിലയമുണ്ട്, ആണവോർജ്ജമുണ്ട്, കാറ്റാടിപ്പാടമുണ്ട്, സോളാർ പാനലുകൾ എല്ലാം ഒരു ഉദാഹരണമാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞു എന്തെന്ന് പറഞ്ഞു, ജലവൈദ്യുത നിലയത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാധ്യതകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രത്യക്ഷത്തിൽ കണ്ട ഒന്നും അത്ര പഠിക്കാനില്ല എന്ന് തോന്നിയാൽ കൂടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോഴേക്ക് ബുക്കിൽ നിന്ന് നേരിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാം, കാരണം നമ്മുടെ SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്നുള്ളത്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.